കോതമംഗലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവാണ്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. 2018 ഒക്ടോബർ മാസം 20-ാം തീയതി എൻ്റെ ഭർത്താവ് ഒരു ചെറിയ പനി വന്നതിനെ തുടർന്ന് ആലുവ രാജഗിരിയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ വൈറൽ ഫീവർ ആണ്, 2-3 ദിവസം കഴിഞ്ഞിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി പറഞ്ഞു എനിക്ക് തീരെ വയ്യ, ഞാനിവിടെ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി കഴിഞ്ഞ് അവിടുന്ന് മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ചേട്ടായിയുടെ പനി ഒട്ടും കുറയുന്നില്ല. 104, 105 അങ്ങനെ പനിയാണ്. അതിന് പനി ഓരോ ദിവസം ചെല്ലുന്തോറും ചേട്ടായിയുടെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു ന്യൂമോണിയയുടെ ആരംഭമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ എക്സ്റേ എടുക്കുമ്പോഴും ഇങ്ങനെ ലങ്സിൽ 2 ലങ്സിലും കഫക്കെട്ട് കൂടി വരുന്നതായിട്ടും വെള്ളം കെട്ടുന്നതായിട്ടും അവർ കണ്ടു. അപ്പോൾ ഞങ്ങളൊരു വെള്ളിയാഴ്ച പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. തിങ്കളാഴ്ച ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോഴത്തേക്കും ചേട്ടായിയുടെ സാച്ചുറേഷൻ നോക്കിയപ്പോൾ ഒത്തിരി സാച്ചുറേഷൻ കുറവായിട്ട് കണ്ടു. അപ്പോൾ ചേട്ടായിക്ക് നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ICUയിലേക്ക് മാറ്റി. അവിടെ ചെന്ന് ഓരോ മണിക്കൂറിലും അവർ എക്സ്റേ എടുക്കുമ്പോൾ പെട്ടെന്ന് കഫം കൂടുകയും ഇങ്ങനെ വെള്ളം കെട്ട് കൂടുകയും ചെയ്യുന്നത് പോലെ കണ്ട് അവർ പറഞ്ഞു പെട്ടെന്ന് 2 സൈഡിലും തുളച്ച് വെള്ളം വലിച്ചു കളയണമെന്ന് പറഞ്ഞു. പിന്നെ ബ്രോൺകോസ്കോപ്പി ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ 2 സൈഡിലും ചെയ്ത് വെള്ളം വലിച്ചു കഴിഞ്ഞ് ബ്രോൺകോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും ചേട്ടായിയുടെ സാച്ചുറേഷൻ ഒത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലായി കഴിഞ്ഞപ്പോൾ ചേട്ടായിയുടെ നമ്മുടെ സാധാരണ 90% കൂടുതൽ വേണം ഓക്സിജൻ്റെ അളവ്. ചേട്ടായിക്ക് 10% ഉള്ളൂ. അങ്ങനെ ഓക്സിജൻ ഒത്തിരി കുറഞ്ഞു പോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി കൂടുതലാണ്, ഇത് എന്ത് രോഗം, സാധാരണ ന്യൂമോണിയ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് കൂടില്ല, ഇത് എന്ത് രോഗമാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്താണുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് നമുക്ക് വെന്റിലേറ്റർ മാറ്റാം, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞത് നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ, വേറൊരു ആശുപത്രിയിലേക്ക് നമുക്ക് മാറ്റി നോക്കാം എങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾക്കിങ്ങനെ ചേട്ടായിക്ക് ഒത്തിരി കൂടുതൽ അങ്ങനെ രക്ഷപ്പെടില്ല എന്നൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങളെല്ലാം കുറച്ച് പേര് വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ ഒരു ആൻറ്റി ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുക പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആൻറ്റി ഇവിടുത്തെ തൈലവും അവിടെ ICUയിലെ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കാനും അങ്ങനെ ആ സിസ്റ്റർ അങ്ങനെ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് പകുതിയിടെ എത്തിയപ്പോൾ ഫോൺ വരുവാണ്, റോബിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടി വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഫോൺ വന്നു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്, 3 വയസ്സുള്ളത്, 1 വയസ്സുള്ള 2 പിള്ളേർ.